ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീട്ടിലെ ചുമ്മാ ഇരുന്നപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ തോന്നി. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തായിട്ടുള്ളത് തെന്മലയാണ്. അപ്പോൾ കുറേ നാളായിട്ട് തെന്മല ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി രാവിലെ തന്നെ ഇറങ്ങിട്ടോ. പോകുന്ന വഴിക്കിതേ ഈ മനോഹരമായിട്ടുള്ളൊരു പള്ളി, ചന്ദനപ്പള്ളി അങ്ങനെ എന്തോ ആണ് കേട്ടോ എൻ്റെ ഒരു പേര്. പിന്നെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു പാലം ഇറങ്ങാൻ പറ്റിയില്ല, ഞങ്ങൾ പോയി എന്നത് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് ഈ ഡിയർ റിഹാബിലിറ്റേഷൻ സെൻറ്റർ കണ്ടു. ഒരുപാട് തവണ ഇതിൻ്റെ മുന്നിലൂടെ പോയിട്ടുണ്ട്. തെങ്കാശി പോകുമ്പോഴൊക്കെ ഈ ഒരു റിഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ മുന്നിൽ കൂടിയാണ് പോയേക്കുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് നമുക്ക് കയറാവോ അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു അവിടെ കയറാം, അവിടെ കുറേ മാനിനെയൊക്കെ പാർപ്പിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത് ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. കൂടാതെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗം കൂടിയാണ് കേട്ടോ ഇത്. കൂടുതലായിട്ടും ഈ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പരിക്ക് പറ്റി കിടക്കുന്ന മാനിനെയൊക്കെ കൊണ്ടുവന്നിട്ട് പരിചരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് മരുന്ന് കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലേസ് ആണ്. 50 രൂപയാണ് കേട്ടോ ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് ആവുന്നത്. ഫ്രണ്ട്സായിട്ടും ഫാമിലീസായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഞങ്ങൾ പോയ അന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ കുറച്ച് പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് 2 ഇനം മാനുകളെയാണ് കേട്ടോ ഇവിടെ പരിചരിക്കുന്നത്. ഒന്ന് പുള്ളിമാൻ, രണ്ടാമത്തേത് മ്ലാവ് എന്നറിയപ്പെടുന്നതിനെയാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണ്. കൂടാതെ കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾ തെന്മല പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് മിസ്സാക്കരുത്. രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ് വരുന്നത്. ഈ മാനിനെ പാർപ്പിച്ചിടം ഫുള്ള് ഫെൻസ് കൊണ്ട് മറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെയൊക്കെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് വിടാം, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓടും കേട്ടോ. ഫൈനലി അല്ലേ അല്ലമ്മ ഇത് എവിടാ പോന്നെ? അങ്ങനെ അവിടെയൊക്കെ കുറച്ച് കറങ്ങിയതിന് ശേഷം എന്നാൽ പിന്നെ കുറച്ച് ഇലയൊക്കെ മാന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഇലയൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഇത്തിരി ജാടയാണ് കേട്ടോ. ഇവിടെ എറണാകുളത്തുള്ള സമയത്ത് ഞാൻ അലീനയും കൊണ്ട് ഹിൽ പാലസിലൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് മാന പാർപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇലയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാനെല്ലാം കഴിക്കും. തൊട്ടടുത്ത് തന്നെ ഒരു പ്ലേ ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. അവിടെ വലിയ ഊഞ്ഞാലൊക്കെ ഉണ്ട്, വലിയവർക്ക് ആടാൻ പറ്റിയ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഫാമിലീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത്ര ക്രൗഡഡൊന്നുമല്ല, കുറച്ച് പേര് മാത്രമേ ഇവിടെ ഇറങ്ങി കാണാറൊക്കെ ഉള്ളൂ. ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള പ്ലേസാണ് കേട്ടോ. അത്ര ക്രൗഡൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പൊട്ടിക്കണേ. വാ പോവാ. ഇനി അല്ലിമോൾക്ക് അവിടെ നിന്ന് പോരണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഇങ്ങനെ ഓടി നടക്കാനായിരുന്നു ഇഷ്ടം. ഞങ്ങൾക്ക് ഇനി തെന്മലയും കൂടി പോകണം, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാണാനൊക്കെ കുറച്ച് പ്ലേസുകളെങ്കിലും എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ വന്നത്. ഒരുപാട് വലിയ വലിയ മരങ്ങളും ആ ഒരു സൈലൻസും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തെന്മലയിലോട്ട് പോവാണ് കേട്ടോ ഇനി. അങ്ങനെ മാനിനെയൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. നല്ല മഴക്കോളുണ്ടായിരുന്നു. തെന്മല പോകുമ്പോൾ എന്തായാലും നിങ്ങളിവിടെ കയറിയിട്ട് പോകണം, അല്ലെങ്കിൽ മിസ് ചെയ്യും. അധികം ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്, പക്ഷേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇനി ഞങ്ങൾ പോകുന്നത് തെന്മല എക്കോ ടൂറിസത്തിലോട്ടാണ്. അതിവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം തെന്മല വന്നിരിക്കുന്നത് +2 പഠിക്കുമ്പോഴാണ് കേട്ടോ. +2 ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തെന്മലയ്ക്കാണ് ട്രിപ്പ് കൊണ്ടുപോയത്. അന്ന് വലുതായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പിന്നീട് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയും നമുക്ക് തെന്മലയിൽ പോവാം, അവിടെ ഇങ്ങനെ കാട്ടിൽ കൂടെ ഇങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ആ ഒരു ഇത് മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു പ്ലേസിലോട്ടാണ് കേട്ടോ പോകുന്നത്.
ഞങ്ങൾ നോർമൽ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. പാക്കേജ് ഒന്നും എടുത്തില്ല. നമ്മൾ ഫാമിലി ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ പാക്കേജ് ഒന്നും എടുക്കാതെ പോകുന്നതാണ് നല്ലത്. കാരണം ബാക്കിയെല്ലാം അഡ്വെഞ്ചേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിലൊന്നും കയറാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പാക്കേജ് എടുക്കാതെയാണ് കയറിയത്. എനിക്ക് തെന്മലയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പോട്ട് ഇതാണ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുന്നതാണ്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പും നല്ല ഇങ്ങനെ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്ലേസിലൂടെയാണ് ഈ പോകുന്നത്. കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ താഴെ വിടാതെ നോക്കുക. കാരണം കുറച്ച് ഡേഞ്ചറാണ്. താഴത്ത് വീണാൽ നല്ല ആഴമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോവുക. ടൂർ വരുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ടൈമിൽ പോയാലും അവിടെ സ്കൂൾ കുട്ടികളെ കാണാൻ പറ്റും. ഞാൻ ഇതിലൂടെ നടക്കുമ്പോൾ ഞാൻ +2 വന്ന ഒരു ഓർമ്മയാണ് കേട്ടോ. എല്ലാം ഒരുപോലെ തന്നെ, ഈ ഒരു വള്ളിച്ചെടിയും അന്നും ഇന്നൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊന്നും അങ്ങനെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ. ഒരു ചെറിയൊരു കീപാഡിലുള്ള ഒരു ഫോണായിരുന്നു. അതിലാണെങ്കിൽ എപ്പോഴും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും, എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട്. അന്നൊന്നും ആരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കാരണം ഞങ്ങൾ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ക്യാമറ ഉള്ള ഫോണൊക്കെ ആയിരുന്നു എൻ്റേത്, പക്ഷേ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇന്നത്തെ പോലെ ഫോട്ടോസ് എടുക്കണമെന്നോ സെൽഫി എടുക്കണമെന്നോ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ നിന്ന് പാക്കേജ് എടുത്ത് പോയതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വെഞ്ചേഴ്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഡാമും ഫുള്ളും കണ്ടിട്ടാണ് പോയത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു അക്വേറിയത്തിലോട്ടാണ് കേട്ടോ പോയത്. അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. ഇവിടെ അഡൽട്ട്സിന് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് കേട്ടോ ചാർജ് ആവുന്നത്. വലിയവരെക്കാളും കുട്ടികൾക്കായിരിക്കും ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ കയറിട്ടോ. അല്ലിക്ക് ഇങ്ങനെ ഫിഷിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എത്തിയ പാടി അവൾ ഓടി അകത്തോട്ട് കയറി. ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് അവിടെ കറണ്ട് പോയായിരുന്നു കേട്ടോ. പിന്നെ അവർ ജനറേറ്ററൊക്കെ ഓണാക്കി. വളരെ കുറച്ച് മീനുകൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ കേട്ടോ. പക്ഷേ ഉള്ളതൊക്കെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വലിയ മീനുകളാണ് കേട്ടോ. അങ്ങനെ മീനെ കണ്ടിറങ്ങി തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടി പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഈ ഒരു വലിയ പുഴുവിനെ കണ്ടപ്പോൾ അല്ലിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല. പിന്നെ നിർബന്ധിച്ചാണ് ഈ താറാവിൻ്റെ മുകളിൽ കയറ്റിയത്. കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പോരുന്ന വഴിക്ക് ഈ കാണുന്നത് കണ്ടു തെന്മല ഡാം. നമുക്ക് അവിടെയൊക്കെ പോയി കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലെത്തേണ്ടത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി, അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല. പിന്നെ നല്ല കാലുവേദന ഉണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്കാണ് ഇതുപോലെ കുറേ മങ്കീസിനെ കണ്ടു. പക്ഷേ ഇവരൊക്കെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള മങ്കീസാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും കാറിൻ്റെ ചില്ലൊക്കെ താഴ്ത്തരുത്. കാരണം അവർ ഭയങ്കര ക്ലെവറാണ്. അവർ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് നമ്മൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് കുട്ടികളായിട്ട് പോകുമ്പോൾ സൂക്ഷിക്കുക. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പോരുന്ന വഴിക്കാണിതാ ഒരു സ്ഥലവും കൂടി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ തെന്മലയിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് കാണുന്ന ഒരു ഡാമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആ വെള്ളം ചാടിപ്പോകുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വ്യൂ പോയിൻറ്റും കൂടി ഉണ്ട്. എല്ലാവരും അവിടെ നിന്നിട്ടാണ് ഇത് നോക്കി കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഇവിടെ വന്ന് കാണാൻ പറ്റി. വലിയ വലിയ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയാണ് കേട്ടോ ഈ വെള്ളം പോകുന്നത്. അങ്ങനെ കുത്തി ഒലിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പഞ്ഞിക്കെട്ട് പോലെയാണ് വെള്ളം ഇരിക്കുന്നത്. ഇതിൻ്റെ താഴോട്ട് ഇറങ്ങാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ ഒരിക്കലും പോകരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അപകടം എപ്പോഴാണ് എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ സൂക്ഷിച്ച് വേണം ഇവിടെയൊക്കെ പോകാനായിട്ട്. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
എളുപ്പമായിട്ട് പോകാൻ പറ്റിയൊരു പ്ലേസാണ് തെന്മല. അപ്പോൾ തെന്മല പോകുമ്പോൾ നിങ്ങൾ ആ ഒരു എക്കോ ടൂറിസം മാത്രം കവർ ചെയ്യാതെ ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും കൂടാതെ ഈ ഒരു ഡാമിലൊക്കെ പോകുന്നത് കുറച്ചും കൂടി കാണാനുണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എത്ര ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്, കമൻറ്റ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.